തെലങ്കാനയിൽ നിന്നാണ് വാർത്ത വരുന്നത്. ജൈനൂർ ഗ്രാമത്തിൽ ആദിവാസി യുവതിയെ പീഡിപ്പിച്ചതിനെ തുടർന്ന് സംഘർഷം. ആസിഫാബാദിൽ ഒരു വിഭാഗത്തിന്റെ ആരാധനാലയവും കടകളും തല്ലിത്തകർത്തു. മേഖലയിൽ കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. അരുൺ പൂപ്പറമ്പ് നൽകുന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ. അരുൺ, എന്താണ് സംഭവം? ഇത് ഈ സംഘർഷം ഈ രീതിയിൽ തന്നെ ഇപ്പോഴും തുടരുകയാണോ? പ്രജിൻ, ഇന്ന് വൈകിട്ടോടെയാണ് തെലങ്കാനയിലെ ആസിഫാബാദിൽ ഇത്തരത്തിൽ വൻ സംഘർഷമുണ്ടായത്. അവിടെ കഴിഞ്ഞ ദിവസം ഈ ആസിഫാബാദിന് സമീപമുള്ള ജൈനൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഒരു ആദിവാസി യുവതി ലൈംഗികാതിക്രമത്തിന് ഇരയായിരുന്നു. അതിൽ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയത് ഈ ആസിഫാബാദ് സ്വദേശിയായിട്ടുള്ള ഷെയ്ഖ് മക്തും എന്ന ആണെന്നാണ് ആരോപിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് യുവതിയുടെ കുടുംബം പരാതി ഉൾപ്പെടെ നൽകിയിരുന്നു. എന്നാൽ അതിൽ പോലീസ് കൃത്യമായ നടപടി സ്വീകരിച്ചില്ല എന്നും ഈ പ്രതിയെ ഈ മേഖലയിൽ സംരക്ഷിക്കുന്നു എന്ന് ആരോപിച്ചാണ് ഈ ആസിഫാബാദ് എന്ന് പറയുന്ന മേഖലയിലേക്ക് നൂറുകണക്കിന് പേർ ഇന്ന് വൈകിട്ടോടെ സംഘടിച്ചെത്തിയത്. അവിടെ ഉണ്ടായിരുന്ന ഒരു വിഭാഗത്തിന്റെ ആരാധനാലയവും വിവിധ കടകൾ ഉൾപ്പെടെ അടിച്ചു തകർക്കുകയും അവിടുത്തെ പ്രദേശവാസികളെ ഉൾപ്പെടെ മർദ്ദിക്കുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. അവിടെ കൂടുതൽ പോലീസിനെ എത്തിച്ച് ഇപ്പോൾ സംഘർഷത്തിന് അല്പം ഒരു അയവ് വന്നിട്ടുണ്ട്. ഇതൊരു വർഗീയ സ്വഭാവമുള്ള ഒരു സംഘർഷമായതിനാൽ കൂടുതൽ പോലീസ് ജാഗ്രത പാലിക്കുന്നുണ്ട്. കൂടുതൽ പോലീസ് സംവിധാനങ്ങളെ അങ്ങോട്ട് വിന്യസിക്കുന്നുമുണ്ട്. നിലവിൽ ഇപ്പോൾ ഈ ലൈംഗികാതിക്രമത്തിന് ഇരയായിട്ടുള്ള യുവതി അല്പം ഗുരുതരമായിട്ടുള്ള പരിക്കുണ്ട്. ഈ അതിക്രമത്തിന് ശേഷം ആ യുവതിയെ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്നുൾപ്പെടെയുള്ള പരാതിയുണ്ട്. ഈ പ്രതിയെ സംരക്ഷിക്കുന്നു എന്നാരോപിച്ചാണ് ഒരു സംഘം ഇന്ന് സംഘടിച്ചെത്തി വ്യാപകമായ അക്രമം അഴിച്ചുവിടുകയും ചെയ്തത്. പോലീസ് എന്തായാലും ഇപ്പോൾ കൂടുതൽ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. കൂടുതൽ പോലീസ് സംഘത്തെ ആ പ്രദേശത്ത് വിന്യസിച്ചിട്ടുമുണ്ട്. പ്രജിൻ. ശരി, അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്. ജൈനൂരിലാണ്, തെലങ്കാനയിലെ ജൈനൂരിലാണ് ഇപ്പോഴത്തെ ഈ സംഘർഷാവസ്ഥ ഉണ്ടായിരിക്കുന്നത്.